ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദയുടെയും ഗൗതത്തിന്റെയും ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ നന്ദയെ ന്യായീകരിച്ച് ലക്ഷ്മി പറയാണ്, നന്ദയ്ക്ക് അറിയില്ല വി കെക്ക് ഈ കുടുംബമായിട്ടുള്ള വസന്തിന് ഈ കുടുംബമായിട്ടുള്ള ആ ഒരു ശത്രുത അവളുടെ പ്രൊഫസർ മാത്രമാണ് വി കെ. നീ ഇനി അവളെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല, ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല. അപ്പോഴേക്കും ഗൗതത്തിനോട് ചോദിച്ചു, എന്താണ് നിന്റെ തീരുമാനം, അത് നീ പറ. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, എന്ത് തീരുമാനമായാലും ഞാനത് അനുസരിക്കും. ഈ രീതിയിൽ ഇനി നന്ദയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറല്ല. എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോവാൻ വേണ്ട എന്ന് നമ്മുടെ ഗൗതം തറപ്പിച്ച് പറയുക കേട്ടോ. അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, ദേ ഗൗതം, ഇനി അവളുടെ പൂങ്കണ്ണീര് കാണുമ്പോൾ ഗൗതത്തിന്റെ ഈ ശൗര്യം ചോർന്ന് പോകാതിരുന്നാൽ മതി. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും വേണ്ടെന്ന് വെക്കാനുള്ള ആത്മബലം ഉണ്ടെന്ന് മറ്റാരേക്കാളും പിങ്കിക്ക് അറിയാൻ പാടില്ലേ. കാരണം പിങ്കിയെ വേണ്ടെന്ന് വെച്ചല്ലോ. ഈ സമയത്താണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ കയറി വന്ന് നന്ദ ഇവരെ ഒന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങാണ്. അപ്പോഴേക്കും മഹേന്ദ്രൻ വല്ലിച്ചൻ നീക്കേടി അവിടെ നന്ദ ഇവരെ ശ്രദ്ധിക്കാത്തതല്ല, കാരണം നന്ദയ്ക്ക് അതിന് കഴിയുന്നില്ല ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. ഞങ്ങളുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പിയിട്ട് എന്ത് ധൈര്യത്തിലാടി പിന്നെ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നൊക്കെ മഹേന്ദ്രൻ ഇങ്ങനെ ചോദിക്കാം. എന്തായാലും നമ്മുടെ നന്ദ ദേഷ്യപ്പെടും എന്നൊക്കെയാണ് ഇവരെല്ലാവരും വിചാരിച്ചത്. പക്ഷേ നന്ദ പറഞ്ഞു, മാപ്പച്ച മാപ്പ്, ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്, ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ചോദിച്ചു, ഇതെന്താ പുതിയ അടവോ? അല്ല, ഇത് എൻ്റെ ആത്മാർത്ഥതയുള്ള മാപ്പാപേക്ഷ തന്നെയാണ്. വി കെ സാറിനെ ഞാൻ വിശ്വസിച്ചു, അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അയാൾക്ക് ഞാനിട്ട ഇരട്ട പേരായിരുന്നു റാസ്പുടി. പക്ഷേ ആ പേര് അയാൾക്ക് ഒട്ടും ചേരില്ല എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ദുഷ്ടനാണ്. അയാൾ ഒരിക്കലും ഒരു റാസ്പുഡിനല്ല. അയാൾ വെറും ഒരു സ്ത്രീലമ്പടൻ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. പ്രിയേച്ചി ഇപ്പോഴും മനസ്സിലേറ്റ് നടക്കുന്ന അയാൾ വെറും ഒരു ഫ്രോഡാണ്. അയാൾക്ക് മറ്റൊരു ഭാര്യയുണ്ട്. ഒരിക്കലും അയാൾ പ്രിയേച്ചി ഇപ്പം മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. അയാൾക്ക് മറ്റൊരു ഭാര്യയുണ്ട്, പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അയാൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുമുണ്ട്, അയാളുടെ അടുത്ത് വളർത്തുന്ന അയാളുടെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ. എല്ലാവരും ഇത് കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അയാളുടെ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോഴേക്ക് ലക്ഷ്മി, അയ്യോ സത്യമാണോ? ആ, ലക്ഷ്മിയമ്മയാണ് സത്യം. പ്രിയേച്ചി ഇപ്പം അയാൾക്ക് ആരുമല്ല. അയാളുടെ മനസ്സിലോ ജീവിതത്തിലോ പ്രിയേച്ചി ഇല്ല. അയാൾക്കൊരു ജീവിത പങ്കാളിയുണ്ട്, ജീവിതവും ഉണ്ട്. നമ്മുടെ ലക്ഷ്മിയെ പോലും ഇത് കേട്ടിട്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും അരുന്ധതിക്ക് സമാധാനമായി. ആ വൃത്തികെട്ട മനുഷ്യനോട് പകരം വീട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് നമ്മുടെ ഇവളിങ്ങനെ പറയാം. നന്ദ, നമ്മുടെ പ്രിയേച്ചി സുമംഗലിയായിട്ട് അയാൾക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വേണം പകരം വീട്ടാനായിട്ട്. പിങ്കിയാണെങ്കിൽ ഈശ്വര ഇതിന് വട്ടായെന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും അരുന്ധതിക്ക് മഹാദേവനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അരുന്ധതിയുടെ അരികെ വന്നിരുന്നിട്ട് പറഞ്ഞു, വല്യമ്മേ, അതിലുള്ള വഴിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ തുറന്നു കിട്ടിയിരിക്കുന്നത്. പൂവം പള്ളിക്കാരുമായിട്ടുള്ള വിവാഹ ബന്ധം അത് നടത്തണം വല്യമ്മേ, നടത്തണം. അപ്പോഴേക്കും അരുന്ധതി ചിരിക്കുന്നത് കൊണ്ടിട്ട് പിങ്കി ഞെട്ടു കേട്ടോ. രഘുവരനുമായിട്ടുള്ള പ്രിയേച്ചിയുടെ വിവാഹം അത് നടക്കണം, നമ്മളത് നടത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും അരുന്ധതിക്ക് ഭയങ്കര സന്തോഷമായി. പിങ്കിയാണ് ഞെട്ടിയത്. എന്തായാലും നമ്മുടെ ഗൗതവും നന്ദയും അതിനുശേഷം സംസാരിക്കുകയാണ്. പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അയാളുടെ വഴിവിട്ട ബന്ധം, മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് കേട്ടോ. ഇപ്പം നിനക്കെല്ലാം ബോധ്യമായില്ലേ? അയാൾക്ക് മറ്റൊരു ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ കാലങ്ങൾക്ക് മുന്നേ അയാൾ പ്രിയേച്ചിയെ തേടി വരുമായിരുന്നല്ലോ. അപ്പോഴേക്കും നന്ദ പറഞ്ഞു, ശരിയാ, ചതിയൻ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ നിന്റെ മനസ്സിൽ പ്രിയേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കുന്നുള്ള പിടിവാശി അങ്ങോട്ട് മാറ്റിയരെ. അപ്പോൾ അത് മാറ്റുകളയാനല്ല, കൂടുതൽ തെളിയിക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പ്രിയേച്ചിയോട് അയാൾ കാണിച്ച വഞ്ചനയ്ക്ക് പകരം വീട്ടുക തന്നെ വേണം. പ്രിയേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം, ആ കല്യാണം നടക്കണം, പൂവമ്പള്ളിക്കാരുമായിട്ടുള്ള കല്യാണം. അതിനു വേണ്ടി തന്നെയാണ് ദൈവം അയാളുടെ തനി നിറം എൻ്റെ കൺമുന്നിൽ കൊണ്ട് കാണിച്ചു തന്നത്. പ്രിയേച്ചിയെ പെണ്ണ് കാണാനായി അവർ വന്ന ദിവസം തന്നെ. അതിൻ്റെ അർത്ഥം രഘുവരനും പ്രിയേച്ചിയും തമ്മിലുള്ള കല്യാണം ദൈവം തീരുമാനിച്ചതുകൊണ്ടല്ലേ? എന്തായാലും എനിക്കിത് പ്രിയേച്ചിയോട് പറയണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഗൗതം ചോദിച്ചു, എന്തിന് ഒരു നിമിഷമെങ്കിലും? ഗൗതം പറഞ്ഞു, അവരോട് പ്രിയേച്ചിയോട് ഇപ്പം പറയണ്ട എന്ന് അങ്ങനെ പറയാം. എന്തിനു വൈകിപ്പിക്കണം? ഒരു നിമിഷം പറിച്ച് എറിയട്ടെ. ആ മനസ്സിന് ഇനി വേണ്ടത് സമാധാനമാണ്, മനസമാധാനത്തോടെയുള്ളൊരു ജീവിതമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. എന്നിട്ട് പ്രിയയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങാണ്. ആ സമയത്ത് നമ്മുടെ അരുന്ധതിയും മോഹിനിയും കൂടെ വന്നിട്ട്, മോളെ രാജകുമാരി, രാജ്ഞി, മോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുക കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും ഇത് വീടിൻ്റെ മരുമകളായത്, തൻ്റെ ഉള്ള ചുണക്കുട്ടിയായ മരുമകളായത്. ആ സാമദ്രോഹിയുടെ തനി നിറം മോൾ ഒറ്റയ്ക്ക് വിളിച്ചത് കൊണ്ടുവന്നല്ലോ. സമാധാനമായി.
ഈ നിമിഷം വരെ പ്രിയ വിശ്വസിച്ചിരുന്നത് അതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന വെറും കള്ളത്തരങ്ങളാണ്. അവളുടെ ആ ധാരണയാ എൻ്റെ മോളിന്ന് തകിടം മറിച്ചത് എന്നൊക്കെ പറഞ്ഞ അരുന്ധതി നന്ദയോട് ഭയങ്കര സ്നേഹത്തിൽ വർത്താനം പറയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് പിങ്കി ഇഷ്ടക്കേടോടുകൂടി ഇങ്ങനെ നിൽക്കാം. എന്തായാലും എൻ്റെ മഹാദേവേട്ടൻ്റെ ആത്മാവ് നന്ദമോളെ ഇപ്പം മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ടാകും. പിങ്കിക്ക് കലി വരും കേട്ടോ. നന്ദയെ ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ അരുന്ധതി ചോദിച്ചാൽ എൻ്റെ പൊന്നുമോക്ക് വല്യമ്മ ഒരു ഉമ്മ തരട്ടെ, എന്നിട്ട് നന്ദയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാം കേട്ടോ വല്യമ്മ. ഓ എൻ്റെ പൊന്നു, ഇതൊന്നും പിങ്കിക്ക് പിടിക്കണില്ല എൻ്റെ അമ്മോ. പിങ്കിയുടെ നെയ്പ്പ ഏട്ടത്തി, ഇന്ന് മുതൽ നന്ദമോള് ഈ വീട്ടിലെ വെറും മരുമോളല്ല, ഈ വീടിൻ്റെ രാജകുമാരിയാണ്. അപ്പോഴേക്കും ഈ വീട്ടിലെ രാജകുമാരിയല്ല, ഈ വീട്ടിലെ രാജ്ഞിയാണ്. എനിക്ക് ശേഷമുള്ള ഈ വീട്ടിലെ രാജ്ഞിയാണ്. എനിക്ക് ശേഷം ഈ വീട് നോക്കേണ്ടവൾ, ഈ വീട് ഭരിക്കേണ്ട ഇന്ത്യവരത്തിലെ കാരണവത്തിയാണ് ഇവള്. ഓ പിങ്കിക്ക് അതും കേട്ടപ്പോഴും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അല്ല മോൾ എങ്ങോട്ട് പോവായിരുന്നു? ഞാൻ പ്രിയേച്ചിയുടെ അടുത്തേക്ക് പോവാ. എന്നാ നീ ചെല്ല്, വേഗം ചെല്ല്. എന്നിട്ട് ആ ദുഷ്ടനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, എല്ലാം പറഞ്ഞ് ബോധ്യമാക്കി മനസ്സിലാക്കി കൊടുക്കും മോള്. അതാ നല്ലത്. പ്രിയമോളുടെ മനസ്സിലേ അവൻ്റെ നിഴല് പോലും ഉണ്ടാകാൻ പാടില്ല. ഇനിയെങ്കിലും എൻ്റെ പ്രിയമോൾക്ക് ഒരു ജീവിതം ഉണ്ടാകണം. ഇതൊക്കെ കേട്ട് പിങ്കി കല്ല് തുള്ളി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും പിങ്കിക്ക് ദേഷ്യം വന്നു. നമ്മുടെ അരുന്ധതി ആണെങ്കിൽ പ്രിയ നന്ദയോട് പറയാണ്, പൂമ്പള്ളിയിലെ രഘുവരനുമായിട്ടുള്ള കല്യാണത്തിന് മോള് വേണം പ്രിയെ കൂടെ സമ്മതിപ്പിക്കാൻ. മോൾക്ക് അതിന് സാധിക്കും, മോൾക്ക് നല്ലത് മാത്രം വരട്ടെ. എന്തായാലും ഒരുപാട് വൈകിട്ടാണെങ്കിലും ഒരുപാട് എല്ലാം വിളിച്ചത് വന്നല്ലോ എന്നൊക്കെ അരുന്ധതി ഇങ്ങനെ പറയാം. പ്രിയമോളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ പോവുക, വെളിച്ചം പരക്കാൻ പോവുക. എല്ലാത്തിനും കാരണക്കാരി എൻ്റെ നന്ദമോള് തന്നെയാണ്. ഈ കുടുംബത്തിൻ്റെ കാരണന്മാർ ചെയ്ത പുണ്യം തന്നെയാണ് നന്ദമോള്. ഈ നന്ദമോൾ ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വന്നത് അതുകൊണ്ടാണ്. അപ്പോഴേക്കും മോഹിനി പറഞ്ഞു, ഇനി മോള് നിന്ന് താമസിക്കേണ്ട, വേഗം പ്രിയമോളുടെ അടുത്തേക്ക് ചെല്ല. എന്തായാലും നന്ദമോളാ, മരുമോളല്ല, അവള് മോള് തന്നെയാ എന്നൊക്കെ നന്ദ പോയി കഴിഞ്ഞപ്പോഴും അരുന്ധതി പറയാ. ഇതൊക്കെ കേട്ട് പിങ്കി കോലി തുള്ളി മാറിപ്പോയി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ പവിത്രയുടെ മോഹിനിയും കൂടെ വന്നപ്പോൾ പിങ്കി കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. പവിത്ര പറഞ്ഞു, പിങ്കി കലിപ്പിലാ, പിങ്കി ചേച്ചി കലിപ്പിലാന്ന് പറഞ്ഞപ്പോൾ ആ പുളിക്കൊമ്പിനെ അങ്ങനെ പിണക്കാൻ പറ്റില്ല, നമുക്ക് സോപ്പിട്ട് തേച്ച് മിനുക്കി എടുക്കാം. മോൾ എന്തെങ്ങനെ മാറി നിൽക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനെന്താ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് നന്ദയ്ക്ക് വേണ്ടി വെഞ്ചാമരം വീശണോ? അയ്യേ, ആര് വെഞ്ചാമരം വീശി? അങ്ങനൊന്നുമില്ല. നന്ദയ്ക്ക് പ്രിയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയൊരു അഭിനയം. എന്ത് അഭിനയമാണെങ്കിലും തെളിഞ്ഞല്ലോ, അവൾ അങ്ങോട്ട് ഞെളിഞ്ഞല്ലോ. എന്നിട്ട് അവളുടെ ഒരു നോട്ടം കാണാമായിരുന്നു. അത് പ്രിയ കല്യാണത്തിന് സമ്മതിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വല്യമ്മ തന്നെ അവളെ ചുവിട്ട് കൂട്ടി ഒരു മൂലയിലിട്ടോളൂ. അല്ല പിങ്കിമോളുടെ മുകളിൽ ഞങ്ങൾ അവളെ വാഴിക്കുന്ന തോന്നണുണ്ടോ? കൊള്ളാം. അപ്പോഴേക്കും പവിത്ര പറഞ്ഞു, എന്നാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റുള്ളൂ. പ്രിയേച്ചിയുടെ ആദ്യ ഭർത്താവിൻ്റെ തനിനിറവേ വിളിച്ചിട്ട് കൊണ്ടുവന്നത് മറ്റാരും അല്ലല്ലോ, പിങ്കിയേച്ചി അല്ലേ. അതവളെ കൈ നിട്ടതല്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? നിങ്ങളുടെയൊക്കെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് ആളാകാൻ വേണ്ടിയിട്ട് വസന്തിന് വേറെ ഭാര്യ ഉണ്ടെന്നൊക്കെ അങ്ങനെ പറയുമോ പിങ്കി? അല്ല നന്ദ, അങ്ങനെ പറയത്തില്ല കേട്ടോ. അത്രയും കടുകയൊന്നും അവൾ ചെയ്യത്തില്ല. അപ്പോഴേക്കും അതല്ല, അവൾ അതിനപ്പുറവും ചെയ്യും. അത്രയ്ക്ക് ദുഷ്ടയാ അവള്. എന്തായാലും പിങ്കിമോള് പറയുന്നതിനും കാര്യമില്ലാതില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ കള്ളക്കളി പൊളിക്കാൻ തന്നെ എൻ്റെ തീരുമാനം. നോക്കിക്കോ, പിങ്കിമോൾ എന്ത് ചെയ്യാൻ പോകുന്നു? അതൊക്കെ ഞാൻ എൻ്റെ കളി തുടങ്ങാൻ പോവാണ്, ഞാൻ സ്വാതന്ത്ര്യം ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോവാണ്. മോഹിനിയും പവിത്രയും കൂടെ കിളി പോയി ഇങ്ങനെ നിൽക്കുക. ഇതെന്താ പിങ്കി ഉദ്ദേശിച്ചേ എന്നറിയാതെ. ഇതേ സമയം നമ്മുടെ പ്രിയ ഉണ്ടല്ലോ, ആകെ സങ്കടപ്പെട്ട ആ VK സാറിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തുട്ടോ അതിലേക്ക് നോക്കി പൊട്ടിക്കരയുക. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തൊട്ടരികിൽ തന്നെ നമ്മുടെ ഇവിടെ നിപ്പുണ്ട്, ലക്ഷ്മി ഇങ്ങനെ നിപ്പുണ്ട്. ലക്ഷ്മിയെ കണ്ടു പ്രിയ. എന്നിട്ട് അത് ഫോട്ടോ ഇങ്ങോട്ട് വലിച്ചു കീറും കേട്ടോ. ഫോട്ടോ മൊത്തം ആ റാസ്ബോണിൻ്റെ ഫോട്ടോ മൊത്തം വലിച്ചു കീറി തൻ്റെ മനസ്സിൽ നിന്നും പുള്ളിയെ ഇറക്കി വിട്ടതുപോലെ. മോളെ എന്താ മോളെ ഇത്, കരയല്ലേ? എന്തായാലും മോള് ആ സത്യം മനസ്സിലാക്കുക. എന്തായാലും മോൾ നന്ദ കണ്ടുപിടിച്ചതൊക്കെ തന്നെയാണ് സത്യം, അതുതന്നെയാണ് ദൈവനിശ്ചയവും. മോൾ ആ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി, ഇനി മോൾക്ക് നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുക. എന്തായാലും വസന്തിന്റെ വിശ്വരൂപം നന്ദമോളുടെ കൺമുമ്പിൽ തന്നെ കാണിച്ചു കൊടുത്തത് ഈശ്വരൻ തന്നെ ആയിരിക്കില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി പ്രിയയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടു ഈ VK സാറിൻ്റെ ഫോട്ടോ കീറിപ്പറിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത്രയും അതുപോലെ തന്നെ പ്രിയയുടെ മനസ്സും കീറി മുറിഞ്ഞിട്ടുണ്ട് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. നന്ദ ഓടി പ്രിയേച്ചി എന്ന് പറഞ്ഞ് വന്നപ്പോഴേക്ക് താങ്ക്സ് നന്ദ, താങ്ക്സ്. സ്വപ്നം കണ്ടതൊക്കെ വെറും ചതിയുടെ രൂപങ്ങളായിരുന്നു എന്ന് നീ കണ്ടെത്തി തന്നല്ലോ
എൻ്റെ അച്ഛന് പിന്നിൽ അയാളുടെ പകയുണ്ടായിരുന്നുവെന്ന് എൻ്റെ അമ്മ പലവട്ടം പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചില്ല. ചങ്ക് പൊട്ടിയിട്ടാട്ടോ നമ്മുടെ ഈ പ്രിയ ഇങ്ങനെ വർത്താനം പറയുന്നത്. എല്ലാ സത്യമാണെന്ന് നീ തെളിയിച്ച് തന്നല്ലോ. എന്തായാലും സമാധാനമായി. എനിക്കിനി മനസ്സമാധാനത്തോടെ ഇരിക്കാമല്ലോ. വെറുതെ ഒരു ഭാരം നെഞ്ചിക്കൊണ്ട് നടക്കണ്ടല്ലോ. എൻ്റെ ഡയറിയിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമല്ല, എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ച ഫോട്ടോ ഞാൻ പറിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രിയച്ചിയുടെ ജീവിതം ഇനി അയാളെ ഓർത്ത് കണ്ണീരൊഴുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അയാൾക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ് പ്രിയച്ചിയുടെ ജീവിതം എന്നൊക്കെ നന്ദ ഇങ്ങനെ പറയാം. പ്രിയയെ ആകെ സങ്കടപ്പെട്ടാട്ടോ തളർന്നങ്ങനെ ഇരിക്കുക. പ്രിയച്ചിക്ക് അയാളെ വേണ്ട എന്ന് അയാളെ കാണിച്ചു കൊടുക്കണം. പ്രിയച്ചി അയാൾക്ക് വേണ്ടല്ലോ, കൺമുമ്പിൽ കാണിച്ചു കൊടുക്കണം. എന്തായാലും ചങ്ക് പൊട്ടിക്കരയുന്ന പ്രിയയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ലക്ഷ്മിയും നന്ദിയും പ്രിയമോളെ അങ്ങനെ തന്നെ വേണം അവന് ചുട്ട മറുപടി കൊടുക്കാനായിട്ട്. എന്നിട്ട് പ്രിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു, വസന്ത് സാർ മറ്റൊരു സ്ത്രീയെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയേച്ചി നല്ലൊരു പുരുഷന്റെ കൈ പിടിച്ച് വസന്ത് സാറിന്റെ മുന്നിൽ നിവർന്ന് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ നന്ദ. എന്തായാലും ഇനി ചേച്ചി സങ്കടപ്പെടേണ്ട, സഹിക്കാൻ മാത്രമല്ല പെണ്ണിന് പകരം വീട്ടാനും കഴിയുമെന്ന് ഇവരെ പോലുള്ളവരെ കാണിച്ചു കൊടുക്കണം പ്രിയേച്ചി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയും പറഞ്ഞു, അതേ മോളെ, എന്തായാലും നമ്മുടെ പ്രിയ കണ്ണീരൊക്കെ തുടച്ചു. പ്രിയയുടെ മനസ്സ് മാറി തുടങ്ങി, അല്ലെങ്കിൽ പ്രിയയും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും നമ്മുടെ പിങ്കി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സാന്ദ്രയോട് പറയാണ്. ആ വാരുന്ധതി അമ്മായി മോഹിനി അമ്മയൊക്കെ ആയിരുന്നു, മോഹിനി വല്യമ്മയൊക്കെ ആയിരുന്നു ആകെ എനിക്കുണ്ടായിരുന്ന പിടിവള്ളി. അവരെയും പോക്കറ്റിലാക്കി. ഇനി പ്രിയേച്ചിയുടെ കല്യാണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ പ്രിയേച്ചിയുടെ കല്യാണം ഇനി കഴിയാൻ പാടില്ല. VK സാർ എന്ന ഡോക്ടർ വസന്ത് നന്ദയുടെ റാസ്പൂഡിനെ എനിക്ക് കാണണം, കൂടുതൽ അറിയണം. എന്തായാലും VK സാറിനെ കരുവാക്കി വേണം നന്ദയ്ക്കെതിരെയുള്ള ഇനി നമ്മുടെ പ്ലേ നടത്താനായിട്ട്. അപ്പൊ സാന്ദ്ര പറഞ്ഞു, VK സാറിനെ വെച്ച് എന്ത് പ്ലേ നടത്താനാ? അപ്പോഴേക്കും നന്ദ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും VK സാറിന്റെ കാര്യത്തിലുള്ള സത്യാവസ്ഥ കൂടുതൽ കണ്ടുപിടിക്കാൻ തന്നെയാണ് നമ്മുടെ പിങ്കിയുടെ തീരുമാനം. എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഓക്കെ എന്ന് പിങ്കി ഇങ്ങനെ സാന്ദ്രയോട് ഇങ്ങനെ പറയാണ്. എന്നാൽ ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു സാന്ദ്ര. പിങ്കി എന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ഗൗതം എന്തൊക്കെയോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദ വന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കുകയാണ്. റൂമിൻ്റെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഭയങ്കര സന്തോഷത്തിലും ഉത്സാഹത്തിലും ആണല്ലോ, ഒരുമാതിരി കാണിക്കൊന്ന പൂത്തതുപോലെ എന്ന് ഗൗതം നന്ദയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം. കാണിക്കൊന്ന പൂത്തൊരഞ്ഞു, പക്ഷെ അത് ഞാനല്ല, പ്രിയേച്ചിയാണ്. അതെന്താ അപ്പം അങ്ങനെ? പ്രിയേച്ചിയെ പറ്റിയുള്ള ഗൗതം സാറിന്റെ ധാരണയെല്ലാം തകിടം അറിയാൻ പോവാണ്. അപ്പോഴേക്കും ഗൗതം ചോദിച്ചു, എന്താ തൻ്റെ പരിപാടി? എന്തായാലും ലോകം അവസാനിക്കും പ്രിയേച്ചിയെ മാറ്റി എന്ന് പറഞ്ഞാൽ. ലോകം അവസാനിച്ചില്ലല്ലോ, പ്രിയേച്ചി പാതി സമ്മതം തന്നു കഴിഞ്ഞു. പിന്നെ ചുമ്മാ ഞാൻ വിശ്വസിക്കൊന്നുമില്ല. വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണ്ട, അമ്മയെ വിശ്വസിക്കാമല്ലോ. അമ്മയോട് ചോദിച്ചു നോക്ക്, ലക്ഷ്മി അമ്മയോട് ചോദിച്ചു നോക്ക്. സാധാരണ കല്യാണക്കാര്യം പറയുമ്പോഴേക്കും പ്രിയേച്ചി ദേഷ്യപ്പെടത്തില്ലേ, പൊട്ടിത്തെറിക്കത്തില്ലേ? ഇന്ന് പ്രിയേച്ചി ആ ദേഷ്യമോ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടായില്ല. പ്രിയേച്ചി ഇന്ന് സാവധാനം എല്ലാം മൗനമായിട്ട് കേട്ടിരുന്നു. അതും ശാന്തമായിട്ട് കേട്ടിരുന്നു. മൗനം സമ്മതം എന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. എന്തായാലും ഗൗതത്തിനും സന്തോഷമായി. എന്തായാലും ഇനി ഒരു ജീവിതം പോലും വേണ്ട എന്ന് വെച്ച പ്രിയേച്ചിയെ കൊണ്ട് നീ ഒരു തീരുമാനം എടുപ്പിച്ചെങ്കിൽ നന്ദ, യു ആർ ഗ്രേറ്റ് എന്ന് ഗൗതം പറയുക കേട്ടോ, നന്ദയെ അംഗീകരിച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.